ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് കിടിലം അപ്ഡേഷൻ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഞെട്ടൽ ഉളവാക്കുന്ന ഒരു സംഗതിയാണ് ഈ വീഡിയോയിൽ കൂടി നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ മുമ്പ് കുറേ സമയങ്ങളിലായിട്ട് അല്ലെങ്കിൽ ടൈമുകളായിട്ട് വീഡിയോകളായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് ട്രൂ ബാലൻസിൽ നിന്നും വിത്തൗട്ട് എനി ഇൻകം, അത് അദ്ദേഹം ബിസിനസ് അല്ല, എന്താ പറയുന്നത്, വേറെ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, അദ്ദേഹത്തിന് 2 ലക്ഷം രൂപ അപ്രൂവൽ ആയി. അപ്പോൾ അദ്ദേഹം എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു. സർ, ഇത് എനിക്ക് 2 ലക്ഷം രൂപ അപ്രൂവൽ ആയി, ഇത് എടുക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞു, ഓക്കെ, കിട്ടിയതിൽ സന്തോഷം. അത് താങ്കൾ ഒരു കാര്യം ചെയ്യുക, താങ്കൾക്ക് അടയ്ക്കാൻ പറ്റുമെങ്കിൽ താങ്കൾ എടുക്കുക. കാരണം EMI വളരെ വലുതായിട്ട് വരും. ഏകദേശം വന്നിട്ട് 18,000 രൂപ വെച്ച് മന്ത്ലി EMI വരും. അപ്പൊ അത് അടയ്ക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ സിബിൽ ഇഷ്യൂ വന്നാൽ പിന്നെ ഒന്നും കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ താല്പര്യം, അത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് മീൻസ് ചെയ്യുക. കാരണം ഇത്രയും ഇൻട്രസ്റ്റ് വരും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ല, EMI വരും. അപ്പൊ അത് അടയ്ക്കാൻ നിങ്ങൾക്ക് മീൻസ് നിങ്ങൾക്ക് പറ്റുന്ന ആളാണെങ്കിൽ നിങ്ങൾ എടുക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മാനദണ്ഡം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സിബിൽ ഉണ്ട് കേട്ടോ. സിബിൽ ഏകദേശം 748 സിബിൽ സ്കോർ. അപ്പൊ മുമ്പൊക്കെ നല്ല ബാങ്കിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ട്രൂ ബാലൻസ് ലാസ്റ്റ് 1 ഇയർ ബാങ്കിങ് എന്തോ ചെക്ക് ചെയ്ത് കാണാം. അപ്പോ എന്താ പറയുന്നത്, അദ്ദേഹത്തിനോട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു. നിങ്ങളുടെ ആരെങ്കിലും ചോദിച്ചോ എന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിനോട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷമാണ് ഈ ഒരു ഓഫർ കിട്ടിയത്. പിന്നെ ഒരു കാര്യം, അദ്ദേഹം ഇതിനു മുമ്പ് 2-3 ലോൺ എടുത്തിട്ടുണ്ട്. അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ അടച്ചു പോയത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ട്രൂ ബാലൻസ് കിട്ടിയത്. അപ്പൊ നിങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ട്രൂ ബാലൻസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം, കാരണം നമ്മൾ സാലറി വെച്ച് അപ്ലൈ ചെയ്താൽ പോലും ഇത്രയും എമൗണ്ട് കിട്ടില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഇത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സർപ്രൈസ്ഡ് ആയി. എന്നെപ്പോലെ തന്നെ നിങ്ങളും ആശ്ചര്യത്തോടെ ആയിരിക്കും ഈ ഒരു വീഡിയോ നോക്കുന്നത്. സത്യമായ കാര്യമാണ്. ഇനി ഒരു ഇൻഫർമേഷൻ എനിക്ക് പറയാനുള്ളത്, സിബിൽ ഒന്നും ചെക്ക് ചെയ്ത് നോക്കാതെ നമുക്ക് ലോൺ തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു NBFC, നിങ്ങൾക്കൊരു 10% അല്ലെങ്കിൽ 20% പേർക്കെങ്കിലും ഈ ഒരു NBFCയെ കുറിച്ച് അറിയാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആരും പെട്ടെന്ന് പോകാതിരിക്കുക, ഈ കാര്യങ്ങളൊന്ന് മീൻസ് ശ്രദ്ധിക്കുക. കാരണം എനിക്ക് ഈ ഒരു ആപ്പിൽ നിന്നും, ഈ ഒരു NBFCയിൽ നിന്നും 15,000 രൂപയാണ് കിട്ടിയത്. അവർ പറയുന്നു സിബിൽ ഇല്ലാതെ 5,000 മുതൽ 75,000 വരെ, 1 ലക്ഷമാണ് പറയുന്നത്. ഞാൻ 75,000 കൊടുത്താണ്. അപ്പൊ വലിയ കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. അവർ പറയുന്നു സിബിൽ വേണ്ട, 300 പ്ലസ് സിബിൽ സ്കോർ ആണ് അവര് മീൻസ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 100% സുതാര്യമാണ് അവരുടെ കാര്യങ്ങൾ. കൊളാട്രൽ ഒരു സെക്യൂരിറ്റിയും വേണ്ട. ഓക്കെ, പിന്നെ മിനിമം ഡോക്യുമെന്റേഷൻ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റേഷൻ. ചില കേസിൽ അവർ സാലറി സ്ലിപ്പ് ചോദിക്കും, ചില കേസിൽ സാലറി സ്ലിപ്പ് ചോദിക്കൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. ആധാർ കാർഡും പാൻ കാർഡും മറ്റ് മെയിലും കാര്യങ്ങളും ഡീറ്റെയിൽസും കൊടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് സാലറി എന്ന് തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ വന്നിട്ട് എന്താ പറയുന്നത്, നിങ്ങൾ സാലറി ക്രെഡിറ്റ് മോഡ് ബാങ്ക് ത്രൂ തന്നെ കൊടുക്കുക കേട്ടോ. ബാങ്ക് ട്രാൻസ്ഫർ തന്നെ കൊടുക്കുക. അല്ല നിങ്ങൾ ചെക്കോ ക്യാഷോ കൊടുക്കുകയാണെങ്കിൽ റിജക്റ്റ് ആകും. മീൻസ് ഇൻകേസ് സാലറി ഉള്ള കുറച്ച് ടീംസ് പോലും ഇങ്ങനെ കൊടുത്ത് ലോൺ റിജക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ റിജക്ഷൻ വരികയാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ബുദ്ധിമുട്ടാകും. പിന്നെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി, ഇത് എന്താ പറയുന്ന ഒരു റിവ്യൂ അല്ല കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കുക. ഇത് പൈസയുടെ കാര്യമാണ്. അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സിവിൽ പോവും. കാരണം നമ്മുടെ ഇനി വരുന്ന സമയങ്ങളിൽ നമ്മുടെയൊക്കെ ഫ്യൂച്ചർ തന്നെയായിരിക്കും ഈ സിവിൽ സ്കോർ എന്ന് പറയുന്നത്. വരുന്ന സമയങ്ങളിൽ പുതിയ പുതിയ അപ്ഡേഷൻസ് സിവിലിന്റെ കാര്യങ്ങളിലും വരുന്നു എന്ന് തോന്നുന്നു. അതായത് സിവിൽ സ്കോർ ഇല്ലാത്തവർക്ക് ചില സർട്ടൻ ക്രൈറ്റീരിയാസ് വെച്ചുകൊണ്ട് അവർ ലോൺ കൊടുക്കുന്ന ഒരു സംഭവം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് RBIയുടെ ഒരു അണ്ടറിൽ ഇപ്പോൾ അത് പ്രോസസ്സിംഗിലാണ്. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, വരുന്ന സമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഇവരെ ഇൻട്രസ്റ്റ് ചാർജ് വരുന്നത് 3% ആണ്. മന്ത്ലി 3% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. പിന്നെ പ്രോസസ്സിംഗ് ഫീസ് 2% ഓഫ് ദി ലോൺ ആയിരിക്കും എന്താ പറയുന്നത് പ്രോസസ്സിംഗ് ഫീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ 50,000 രൂപ എടുക്കുകയാണെങ്കിൽ ഏകദേശം 1,000 രൂപയായിരിക്കും പ്രോസസ്സിംഗ് ചാർജ്. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ എടുക്കുക. അപ്പൊ ഇവര് എന്താ പറയുന്നത്, ഇവർ തന്നെ, ഞാൻ കൈന്നിട്ട് പറയുന്നതല്ല, ഇവർ തന്നെ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് 300-ൽ മുകളിൽ സിബിൽ സ്കോർ. 300 എന്ന് വെച്ചാൽ ഏറ്റവും താഴത്തെ സിബിൽ സ്കോർ ആണ്. എനിക്ക് ഏകദേശം വന്നിട്ട് 675 സിബിൽ സ്കോർ ഉണ്ട്. എനിക്ക് 15,000 രൂപ കിട്ടി. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു സിബിൽ 700-ന് മുകളിലുണ്ടെങ്കിൽ നല്ല എമൗണ്ട് കിട്ടും. പിന്നെ 400-നും 450-നും 500-നും ഒക്കെ ആ ഒരു സിബിൽ സ്കോർ ഉള്ളവരും അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യുന്നവരെല്ലാം നിങ്ങൾ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. കാരണം അവർ പറയുന്നത് സത്യമാണോ. എന്റെ കാര്യത്തിൽ ഒരു 90% വരെ അല്ലെങ്കിൽ ഒരു 80% വരെ ഓക്കെയാണ്.
കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല 679 അങ്ങാണ്ട് സിബിൽ സ്കോർ ഉള്ളൂ. എനിക്ക് 15,000 രൂപ കിട്ടിയിട്ടുണ്ട്. അധികം പലിശയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിന്റെ ലിങ്കും ഞാൻ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നെ ഏജിലും അവര് കുറച്ച് കൺസെഷൻ തരുന്നുണ്ട്. 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സാധാരണ NBFC ഒക്കെ ഏകദേശം അതിന് 58 വയസ്സാണ് പറയുന്നത്. പക്ഷേ ഇവർ 65 വയസ്സ് പറയുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സാലറി ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ. ഓക്കെ, നിങ്ങൾക്ക് സിബിൽ കുറവാണെങ്കിലും സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എമൗണ്ട് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. ഡോക്യുമെന്റേഷൻ അറിയാലോ, പാൻ കാർഡ്, ആധാർ കാർഡ്, പിന്നെ നിങ്ങളെ മെയിൽ ID. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സാലറി ക്രെഡിറ്റ് ഓൺലൈൻ തന്നെ കൊടുക്കുക. പിന്നെ സാലറി മോഡ് ബാങ്ക് ട്രാൻസ്ഫർ തന്നെ കൊടുക്കുക, നിർബന്ധമായിട്ട് കൊടുക്കുകയാണ്. നിങ്ങളിപ്പോൾ സെൽഫ് എംപ്ലോയി ആയാൽ പോലും നിങ്ങൾ സാലറി തന്നെ കൊടുക്കുക. ഒരു ഇൻഫർമേഷൻ പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ആപ്പിൽ ചെയ്യുന്ന സമയത്ത് സാലറി സ്ലിപ്പ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നോക്കി നിങ്ങൾക്ക് സാലറി സ്ലിപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. മീൻസ് മുമ്പത്തെ വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ സാലറി സ്ലിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു എക്സ്ക്ലൂസീവ് വീഡിയോ ഞാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ട്രൂ ബാലൻസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. സിബിൽ സ്കോർ ഇല്ല, മീൻസ് സിബിൽ സ്കോർ അല്ല, സാലറി സ്ലിപ്പോ മറ്റ് ഇൻകം ഡോക്യുമെന്റ്സോ ഒന്നുമില്ലാതെ 2 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാമത് പറഞ്ഞ ഈ ഒരു NBFCയുടെ പേര് ബ്രൈറ്റ് ലോൺ ആണ്. കുറച്ചു പേർക്കെങ്കിലും അറിയാൻ സാധിക്കും. അവർ പറയുന്നത് സിബിൽ സ്കോർ ചെക്ക് ചെയ്യില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. എന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ ദയവായി മെൻഷൻ ചെയ്യുക. അത് മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും ഒരു ഉപകാരമായി മാറും. ഓക്കെ, അപ്പൊ ഇനിയുള്ള പുതിയ പുതിയ അപ്ഡേഷനുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതാണ്. ഇനി RBIയുടെ അണ്ടറിൽ സിബിൽ ഇല്ലാതെ എങ്ങനെ നമുക്ക് ക്രൈറ്റീരിയ മാറ്റി ലോൺ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന സംഭവമുള്ളവർക്ക് അല്ലെങ്കിൽ ഇന്ന ഒരു എലിജിബിലിറ്റി ഉള്ളവർക്ക് നമുക്ക് ലോൺ കൊടുക്കാം, സിബിൽ നോക്കില്ല, അങ്ങനെയുള്ള അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും വീഡിയോയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺഡ്.